ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിൽ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷായിട്ടാണ്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പുതിയൊരു ആപ്പിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ട്രെൽ എന്നുള്ള ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രെൽ ആപ്പിൽ നമ്മൾ പുതിയൊരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ട്രെൽ ആപ്പിൽ താഴെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഷോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൽ കമ്മ്യൂണിറ്റി സ്റ്റോർ എന്ന് കാണും. അവിടെ നമ്മൾ ഉമ്മച്ചിൻ്റെ അടുക്കള എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഉമ്മച്ചിൻ്റെ അടുക്കള സെർച്ചിങ് ലിസ്റ്റിൽ വരും. അത് തുറന്നിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് തുടർന്നും നിങ്ങൾ യൂട്യൂബിൽ തന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ട്രെല്ലിലും നമ്മളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് ഇടാം. ഇനി ഇതിലോട്ട് 3 ഏലക്കയാണ് ചേർത്ത് വെക്കുന്നത്. നമ്മളിതിൽ മുട്ട ചേർക്കുന്നുണ്ട്. മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പോള പോലത്തെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏലക്കായ മസ്റ്റാണ്, മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏലക്കായയും പഞ്ചസാരയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട എടുത്താലും മതി. പക്ഷെ നമ്മൾ പാല് ഇതിലേക്ക് 4 ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഡബിൾ ഒഴിക്കേണ്ടി വരും. 2 മുട്ടയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ 3 മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. അപ്പം നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് സെയിം അളവിൽ തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് 3 കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അവിൽ നമ്മൾ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനും അതിൽ കുതിർന്ന് വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കുക. അതായത് നമ്മൾ പാൻ ചൂടാവുന്ന അത്ര ടൈം മതി. ഇനി നമ്മൾ ഈ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു നെയ്യിൽ കശുവണ്ടിയും അതുപോലെ തന്നെ കിസ്മിസും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ചൂടായ നെയ്യാണ്. അപ്പോൾ രണ്ടും പെട്ടെന്ന് തന്നെ നന്നായിട്ട് വറുത്ത് കിട്ടും. അപ്പോൾ നമുക്കിത് നെയ്യിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട് രണ്ടും കൂടി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിലോട്ട് ഈ നെയ്യിലോട്ട് തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും അവിലിൻ്റെയും കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ചൂടാക്കിയതിന് ശേഷം നമ്മളിത് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇട്ടാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം ഡയറക്ഷനിലുള്ള പാൻ എടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് വട്ടം കൂടിയിട്ടുള്ള പാനാണ്. അപ്പം ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അത് അടച്ച് വെക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഇതുണ്ടോ, കുക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് മറിച്ചിടണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത്ര വീതി ഇല്ലാത്ത സെയിം ഡയറക്ഷനിലുള്ള പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ മറിച്ചിടാം. ഇതിപ്പോൾ ഞാനിങ്ങനെ മുകൾ ഭാഗം വീതി കൂടിയ ഭാഗമാവുന്നതുകൊണ്ട് തന്നെ മറിച്ചിടുമ്പം ചെറുതായിട്ടൊന്ന് പൊട്ടി. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, വലിയ ഇതൊന്നും കേടൊന്നും വന്നില്ല കേട്ടോ. എന്നിട്ടൊരു 2 മിനിറ്റും കൂടി അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിലൊക്കെ വെച്ചിട്ടുള്ള ഒരു പോളയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.